Good afternoon. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് എടുത്ത് നിർത്തിയത്? കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്? ഓക്കെ, ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചോ? ഓക്കെ, ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ എടുത്ത് നിർത്തിയെന്ന് ഓർക്കുന്നോ? മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നേ? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയിരുന്നോ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ലാസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞില്ല അല്ലെ? ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് അല്ലെ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. അപ്പൊ അതില് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അത് കഴിഞ്ഞ് അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞിരുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്കത് സ്പില്ലേജ് ചെയ്യാം അല്ലെങ്കിൽ ആ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലെ? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPEs ധരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ച് മാത്രമേ ഏതൊരു സ്പില്ലേജ് വേസ്റ്റും മാനേജ് ചെയ്യാനായിട്ട് പോവാനായിട്ട് വർക്കേഴ്സ് പാടുള്ളൂ. അതിനുശേഷം ആ സ്പിൽ എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കണോ, പേപ്പർ ടവലുകൾ ഉപയോഗിക്കണോ, അങ്ങനെ ഏതാണോ അതിന് അനുയോജ്യമായിട്ടുള്ളവ അത് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കുക എന്നാണ് രണ്ടാമത്തത് പറഞ്ഞത്. മൂന്നാമത്തത് ആ ഒരു ഏരിയ ഡിസിൻഫെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അണുനശീകരണം നടത്തുക. നാലാമത് പറഞ്ഞത് എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ ഡിസിൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും വാട്ടറും അതുപോലെ തന്നെ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മള് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ വേസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറസ് വേസ്റ്റ് എന്നുള്ള ലേബൽ ചെയ്തിട്ടുള്ള, അതായത് ബയോ ഹസാർഡ് ബാഗ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നതും അത് പിന്നീട് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയും അതിനു വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിച്ച എല്ലാവരും അതിനുശേഷം അവരുടെ ഹാൻഡ് ഹൈജീൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു ഹാൻഡ് ഹൈജീൻ വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ നമ്മുടെ കൈകളുടെ ശുചിത്വം ഒന്നുകൂടി സുരക്ഷിതമാക്കുക എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ അല്ലേ? ശരി. Then soft furnishings may be damaged by disinfectant products such as sodium hypochlorite. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു, ആ ഒരു ഏരിയ ഡിസിൻഫെക്റ്റൻ ചെയ്യുമ്പോൾ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് പോലെയുള്ള ക്ലോറിൻ റിലീസിങ് ഏജൻസ് ഒക്കെയാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഇവിടെ സോഫ്റ്റ് ഫർണിഷിങ്, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും എന്താണ് ഇപ്പൊ സോഫാസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഫർണിഷിങ്, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും കാർപ്പറ്റ്സോ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് ഈ പറയുന്ന ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വീണിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ പോലെയുള്ള ഡിസിൻഫെക്റ്റിംഗ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ക്ലോറിൻ റിലീസിങ് ഏജൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ക്ലോറിൻ ഉള്ള കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ തുണിത്തരങ്ങളൊക്കെ വീണ് എന്ത് ചെയ്യും, കളർ മാറ്റം സംഭവിക്കാറില്ലേ? ഇല്ലേ? ഉണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ബ്ലീച്ച് പോലെയുള്ള സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തുണിത്തരങ്ങള് കേടായി പോവാറില്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജുകള് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിഷിങ്ങിലൊക്കെ ആണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിഷിങ്ങുകളോ അല്ലെങ്കിൽ കാർപ്പറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലുള്ള ഡിസിൻഫെക്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യരുത്. മറിച്ച് that unable to endure
chemical disinfection should be made clean using hot water and a detergent or steam cleaner. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ കെമിക്കൽ ഡിസിൻഫെക്ഷനോ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ മറിച്ച് ചൂടുള്ള വെള്ളവും അതേപോലെ തന്നെ ഡിറ്റർജന്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റീം ക്ലീൻ ചെയ്തെടുക്കാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ ഇതുപോലെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലെയുള്ള ഡിസിൻഫെക്റ്റന്റ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽ ഡിസിൻഫെക്റ്റന്റുകൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അത് ഡാമേജ്ഡ് ആവാതിരിക്കാൻ നല്ലത്. മനസ്സിലായോ? അപ്പൊ സോഫ്റ്റ് ഫർണിഷിംഗ് may be damaged by disinfectant products such as sodium hypochlorite. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലെയുള്ള ഡിസിൻഫെക്റ്റന്റ് പ്രൊഡക്റ്റുകൾ ഈ ഒരു സോഫ്റ്റ് ഫർണിഷിംഗിലേക്ക് ഡാമേജ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ if it suggested that polluted soft furnishing and carpet unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaner. ഇങ്ങനെയുള്ള സോഫ്റ്റ് ഫർണിഷിങ്ങും കാർപ്പറ്റും കാര്യങ്ങളൊക്കെ കെമിക്കൽ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് വിടാതെ നമുക്ക് എന്ത് ചെയ്യാം? ഹോട്ട് വാട്ടറും ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചോ ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അത് ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ. Then second one ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. മെർക്കുറിയുമായി ബന്ധപ്പെട്ട ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? Mercury's leakage can be dangerous to human health and the environment, and actual management is vital. ഒരു മെർക്കുറി ലീക്കേജ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യരുടെ ആരോഗ്യത്തിനായിക്കോട്ടെ എൻവയോൺമെന്റ് പരിസ്ഥിതിക്കായിക്കോട്ടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലീക്കേജ് ആണ് മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എവിക്ട് ദ ഏരിയ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും ആ ഒരു ഏരിയ ഒഴിപ്പിക്കുക എന്നതാണ്. അതായത് അവിടെ ആരെയും നിർത്താൻ പാടില്ല. അവരെല്ലാവരും ആ ഒരു ഏരിയ എന്താണ് എവിക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒഴിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് ഓർ എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി. ആ ഒരു സ്പില്ലേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കാര്യമായ രീതിയിലൊരു സ്പില്ലേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ആ ഒരു ഏരിയ ഒഴിച്ച് മാറ്റി നിർത്തുകയും അവിടെ വേറെ ആരെയും നിർത്താതെ എല്ലാവരെയും ഒഴിപ്പിച്ച് ആ ഒരു ഏരിയ ഒറ്റയ്ക്ക് നിർത്തുകയും വേഗം എമർജൻസി സർവീസുകളെ വിളിക്കുകയും ചെയ്യുക. ദെൻ അടുത്തത് ടേക്ക് എവേ ജ്വല്ലറീസ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മെർക്കുറിയുമായിട്ട് ജുവൽസ് നമ്മുടെ ജ്വല്ലറികളൊക്കെ മെർക്കുറിയുമായിട്ട് എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പൊ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ നിറം മാറും, സിൽവർ പോലെയുള്ള കളറാവും, അത് ഒടിഞ്ഞു പോകും, പൊട്ടിപ്പോവും, അത് ദ്രവിച്ച പോലെയാവും, പൊട്ടിപ്പോവും. അപ്പൊ അതുപോലെ ഇപ്പൊ ഇങ്ങനെയുള്ള ജ്വല്ലറീസ് പൊട്ടിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അപ്പൊ അതാണത് ടേക്ക് അവേ ഓൾഡ് ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റോർ ദാറ്റ് ദ മെർക്കുറി കാനോട്ട് കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റൽ. അപ്പൊ ഇപ്പൊ അത് കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഈ ഒരു ജ്വല്ലറീസോ കാര്യങ്ങളൊക്കെ കയ്യിലോ അല്ലെങ്കിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോൾ വാച്ചോ കാര്യങ്ങളൊക്കെ ആവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടും അതൊക്കെ മാറ്റുക, അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം. കാരണം ആ മെർക്കുറി അതുമായിട്ട് കമ്പൈൻ ചെയ്താൽ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഒഴിവാക്കുക. ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകൾ ഇതിന്റെയൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കുറെയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. PPE ധരിക്കുക, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് ആസ് ഗ്ലൗസ് ധരിക്കുക, ഗൂഗിൾസ് കണ്ണടകൾ ധരിക്കുക, റെസ്പിറേറ്റേഴ്സ്. ചിലർക്ക് ഈ കെമിക്കൽസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ശ്വസിക്കുമ്പോൾ അവർക്ക് ശ്വാസം തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ നോസിലും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ റെസ്പിറേറ്റേഴ്സ് വെക്കുക. അതുപോലെ ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ളവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ധരിച്ചിട്ടാണ് അവർ പോകുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു മെർക്കുറിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവർക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ മെർക്കുറി വേപ്പേഴ്സിന്റെ ഇൻഹലേഷൻ അല്ലെങ്കിൽ ശ്വസനമൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കടത്തുകയാണ്. അവരവിടെ ചെന്നു, വർക്കേഴ്സ് ചെന്നു, അവർ ഇനി എന്ത് ചെയ്യണം? ആ മെർക്കുറിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഏത് സ്പില്ലേജ് ആണോ നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള കിറ്റുകൾ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊരു കിറ്റായിട്ട് ഇവിടെ മെർക്കുറി സ്പിൽ കിറ്റുകളുണ്ട്, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് മായി ബന്ധപ്പെട്ട ഇതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കിറ്റുകളുണ്ട്. അപ്പൊ അതില് ഇപ്പൊ അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ടാവും, അബ്സോർബൻ പാഡുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്പില്ല് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ എന്ത് ചെയ്യണം, കണ്ടെയ്ൻ ചെയ്തെടുക്കാനും ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, മറ്റുള്ള ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത് പോകുന്നതിനെ തടയുകയും ചെയ്യുന്നു. Then put the material in a labeled hazardous waste bag or container for discarding. ഇനി ഇതിന് ശേഷം ഈ അബ്സോർബൻ പാഡും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ എല്ലാം ലേബിൾഡ് ഹസാർഡസ് വേസ്റ്റ് ബാഗുകൾ, ലേബിൾഡ് ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് ബാഗുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇടുകയും ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് സ്മോൾ സ്പില്ലേജ്, വളരെ ചെറിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്കേജ് മാത്രമേ സംഭവിച്ചിട്ടുള്ളെങ്കിൽ സിറ്റ് വിത്ത് എ നീഡിൽ, ലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു മെർക്കുറി, ഇപ്പൊ നമ്മുടെ ഒരു തെർമോമീറ്റർ ഒക്കെ പൊട്ടി ചെറിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വിചാരിക്കും, ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഒരു മെർക്കുറി സ്പില്ലേജ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല അല്ലെ. അതിന് മറിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ് നമ്മുടെ നീഡിൽസ് ഇല്ലേ, സിറിഞ്ചുകളില്ലേ, സിറിഞ്ച് നീഡിലില്ലാത്ത, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കളിക്കാറില്ലേ, നീഡിലില്ലാത്ത സിറിഞ്ചുകള്. അതെ, ഇവിടെ അത് എന്താ ചെയ്യാ, നീഡിലില്ലാത്ത സിറിഞ്ചുകൾ ഉപയോഗിച്ചത് സിപ്പ് ചെയ്തെടുക്കുന്നു. മനസ്സിലായോ? ആ ഒരു മെർക്കുറിയുടെ ആ പ്രത്യേക ഭാഗത്ത് കൊണ്ടുപോയിച്ച് നീഡിലില്ലാത്ത സിറിഞ്ച് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സിപ്പ് ചെയ്തെടുക്കണം, വലിച്ചെടുക്കണം അതിനുള്ളിലേക്ക്. അതിനുശേഷം ആ സിറിഞ്ചോട് കൂടി തന്നെ നമ്മൾ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് അത് ഡിസ്പാച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഒന്നുകൂടി മിസ് പറയാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞ കുറെ പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. ചില പോയിന്റ്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് മെർക്കുറി എന്ന് പറയുന്നത് വളരെ, ആ ഒരു ലീക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മാനേജ്മെന്റ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു മെർക്കുറി സ്പില്ലേജ് നടന്നാൽ, അത് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയ കുറച്ചിടം മാത്രം ഒന്ന് ഒഴിപ്പിച്ചാൽ മതി. അതേസമയം വലിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് ആണ് നടന്നിരിക്കുന്നെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഏരിയ ഒഴിപ്പിക്കുകയും ഉടനെ തന്നെ എമർജൻസി സർവീസുകളെ വിളിക്കുകയും ചെയ്യണം. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളുടെയൊക്കെ ജ്വല്ലറീസ്, അതായത് അവർ ഉപയോഗിക്കുന്ന എല്ലാ ജ്വല്ലറീസും, ഹാൻഡ്സിലും റിസ്റ്റിലും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരാൻ അതുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി അതൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ദെൻ വേർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതിനുശേഷം അവർ PPE ധരിക്കണം, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അതിപ്പോ അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഗ്ലൗസുകൾ ആയിക്കോട്ടെ, ഗൂഗിൾസ് ആയിക്കോട്ടെ, റെസ്പിറേറ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പൊ അതൊക്കെ നമ്മുടെ മെർക്കുറിയുമായിട്ട് കോണ്ടാക്റ്റിൽ അവർ വരുന്നത് തടയുകയും അവർ ആ ഒരു മെർക്കുറി വേപ്പേഴ്സിന്റെ ഇൻഹിലേഷൻ അല്ലെങ്കിൽ ആ ശ്വസനത്തേക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ അതിനുശേഷം മെർക്കുറി സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിലെ അബ്സോർബൻ പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെയ്ൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും ഈ ഒരു ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡായി പോകുന്നത് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ ഹസാർഡസ് വേസ്റ്റ് ബാഗുകൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ കൃത്യമായിട്ട് നിക്ഷേപിക്കുകയും അത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് വിടുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇനി വളരെ ചെറിയൊരു സ്പില്ലേജ് ആണ്, സ്മോൾ ആയിട്ടുള്ളൊരു മെർക്കുറി സ്പില്ലേജ് ആണ് എങ്കിൽ അവിടെ നമുക്ക് ഇത്രയും വലിയ പാഡോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്, സിറിഞ്ച് എടുക്കുക, അത് നീഡിലില്ലാത്ത സിറിഞ്ചുകളായിരിക്കണം. അത് വെച്ചിട്ട് ആ ഒരു മെർക്കുറി സ്പില്ലേജ് സിപ്പ് ചെയ്തെടുക്കുകയും അത് അങ്ങനെ തന്നെ മുഴുവനായിട്ട് നമ്മൾ റീസൈക്കിളിന് വിടുകയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ സ്റ്റെപ്സ്? Okay. Then clean up the spill. ഇനി അതിനുശേഷം use a mercury spill kit or adhere to the manufacturer's directive for the exact use of absorbent material to clean up the spill. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു മെർക്കുറി സ്പിൽ കിറ്റുകൾ എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഓരോരുത്തരും കൃത്യമായിട്ട് അവരുടെ മാനുഫാക്ചേഴ്സ് കൃത്യമായിട്ട് അതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏത് തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള ഡിസിൻഫെക്റ്റന്റ് ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി
കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിങ് ക്ലീനിങ്. അപ്പൊ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് മറ്റുള്ള ഇടങ്ങളിലേക്ക് അവിടുന്ന് സ്പ്രെഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ പകരാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുന്ന് പടർന്നു പോകാൻ പാടില്ല. ആ ഒരു ഏരിയയിലുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം അത് നിൽക്കണം, പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. ആൻഡ് സം ഹോസ്പിറ്റൽ ഫോളോ ഓൾ ദ മെർക്കുറി സ്പിൽ സർഫസസ് ഡികണ്ടാമിനേറ്റഡ് വിത്ത്, ചില ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. മെർക്കുറി സ്പിൽ സർഫസുകളൊക്കെ എന്ത് ചെയ്യുന്നു, സ്പില്ലേജ് വന്നിട്ടുള്ള ഏരിയാസ് ഒക്കെ ഡികണ്ടാമിനേറ്റ് ചെയ്യുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ലീവ് എ വിൻഡോ ഓപ്പൺ ടു എയറേറ്റ് ആഫ്റ്റർ ദ ക്ലീൻ. അപ്പൊ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഡിസിൻഫെക്ടന്റ് ഒക്കെ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ചില ഹോസ്പിറ്റലിൽ അത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാറ്. ഇനി അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വിൻഡോ, ഇപ്പൊ ഒരു റൂമിലാണ് ക്ലീൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് എയറേറ്റ് ചെയ്യാൻ, അവിടെ ശരിയായ ശുദ്ധമായിട്ടുള്ള വായു കയറാൻ വേണ്ടിയിട്ട് ആ ഒരു വിൻഡോ ഓപ്പൺ ആക്കി ഇടാം. And after making sure that all the mercury has been removed. അപ്പൊ അങ്ങനെ ആ ഒരു എയറേഷൻ ഒക്കെ, നാച്ചുറൽ ആയിട്ടുള്ള എയറേഷൻ ഒക്കെ നടന്ന് വിൻഡോയിലൂടെയൊക്കെ എല്ലാം നല്ല കൃത്യമായിട്ട് ഓക്കെ ആയി, മെർക്കുറിയുടെ എല്ലാ അവശേഷങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് റിമൂവ് ചെയ്ത് പോയി നമ്മൾ വൃത്തിയാക്കി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ നോർമൽ വാക്കും, നോർമൽ ആയിട്ടുള്ള വാക്യൂമിങ് കാര്യങ്ങളും കൊടുക്കുക. ക്ലീൻഡ് ഏരിയ ഫോർ കസ്റ്റമറി ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് ആ ഒരു ക്ലീൻഡ് ഏരിയ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. Then dispose of waste. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. All material that come into contact with mercury should be discarded as dangerous waste in a labeled bag or container. അപ്പൊ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നമ്മൾ ഇത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു. Adhere to local, state and federal regulations for the disposal of dangerous waste. അപ്പൊ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് വേസ്റ്റിലേക്ക് ഡിസ്പോസല് വളരെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഹോസ്പിറ്റലിന് അത് വളരെ കൃത്യമായ മാനദണ്ഡങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. ലോക്കൽ പരമായിട്ട് നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ പഞ്ചായത്താണോ അവര് നിർദ്ദേശിക്കുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് നിർദ്ദേശിക്കുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ റെഗുലേഷൻസ് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിനെയും പൊല്യൂഷൻസ്, എൻവയോൺമെന്റ്, പബ്ലിക് മുതലായവരൊക്കെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ കുറച്ച് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡേഞ്ചറസ് വേസ്റ്റുകളുടെ ഒക്കെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും മറ്റു പബ്ലിക്കിന് പൊല്യൂഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കണം ഈ മെറ്റീരിയൽസ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ദെൻ റിപ്പോർട്ട് ദ സ്പിൽ. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്പിൽ ഷുഡ് ബി. ഇപ്പൊ ഇങ്ങനെ ഒരു ലീക്കേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെർക്കുറി ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജോ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൺസേൺ, അത് ബന്ധപ്പെട്ട സ്റ്റാഫുകളോട് അറിയിക്കുക. ഫോർ ഡോക്യുമെന്റ്, അത് കൃത്യമായിട്ട് അവർ ഡോക്യുമെന്റേഷൻ ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ, പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പൊ അത് റീസൈക്ലിംഗ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, സിറിഞ്ച് ഉപയോഗിച്ച് അത് വലിച്ചെടുക്കാം. അതിനുശേഷം ആ മെർക്കുറി വീണിട്ടുള്ള സ്പില്ലേജ് നടന്നിട്ടുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ള ഇടങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ആയി പോവാതിരിക്കുന്നതിന് വേണ്ടി മെർക്കുറി കിറ്റുകളിലെ ഡിസിൻഫെക്റ്റന്റുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശിച്ചിട്ടുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ അത് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലുകള് അതിന് വേണ്ടിയിട്ട് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഡികണ്ടാമിനേഷൻ ചെയ്ത അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ ചെയ്ത ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു എയറേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിടുകയും അതിനുശേഷം മെർക്കുറി പൂർണ്ണമായിട്ടും അവിടെ നിന്ന് റിമൂവ് ചെയ്തോ ആയി എന്നൊക്കെ നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള വാക്വമിനും അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ക്ലീൻ ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കുകയും അത് പിന്നീട് ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി തന്നെ ഈ ഡേഞ്ചറസ് വേസ്റ്റുകളെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുമാണ്. ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കുകയും അതിനുശേഷം അത് അവിടെ ഡോക്യുമെന്റ് ചെയ്യുകയും പരിശോധനകൾ നടത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വെക്കുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വായിച്ച കിട്ടുന്നില്ലേ? ഇതിന്റെയൊക്കെ കുറെ പ്രോസസ്സുകളൊക്കെ സെയിം ആയിട്ട് തോന്നുന്നില്ലേ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ വരുന്നുള്ളൂ. ഇനി വരുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രൊസീജിയേഴ്സ് ഒക്കെ കുറെയൊക്കെ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഷാർപ്സ്, അതായത് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് നീഡിലുകള്, സ്കാൽപ്പൽസ്, അങ്ങനെയുള്ള മറ്റ് ഷാർപ്പ് ആയിട്ടുള്ള മൂർച്ചയുള്ള മെഡിക്കൽ ടൂളുകള് മുതലായവയുടെയൊക്കെ ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണ് കേട്ടോ. ദ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് needles, scalpels and other sharp medical tools can cause injury and infection to healthcare workers and others who may come into contact with it. അപ്പൊ നമുക്കറിയാം ഷാർപ്പ് ആയിട്ടുള്ള സ്പില്ലേജ്, അതായത് പ്രധാനമായിട്ടും ഇപ്പൊ നീഡിൽസ് ആയിക്കോട്ടെ, സ്കാൽപ്പ് അല്ലെങ്കിൽ വളരെ ഷാർപ്പ് ആയിട്ടുള്ള മൂർച്ചയുള്ള മെഡിക്കൽ ടൂളുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ലീക്കേജ് സംഭവിക്കുകയാണ്. അത് ലീക്കേജ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അതിലൂടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ ഹെൽത്ത് വർക്കേഴ്സിനും അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മറ്റു ആളുകൾക്കും ഇഞ്ചുറീസോ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് ഈ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. ഈ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നവ. അതിൽ ഫസ്റ്റ് വൺ ആണ് യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. വളരെ സുരക്ഷിതമായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. Before approaching the spill, personnel should wear suitable personal protective equipment that includes gloves and puncture-resistant containers to avoid contact with the waste and avert injury. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഈ ഒരു ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. എപ്പോഴും ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇത് ധരിച്ചിരിക്കണം അല്ലെ, എന്നാൽ മാത്രമുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അത് പോകുന്നതിന് മുൻപായിട്ട്, അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് പേഴ്സണൽ ഷുഡ് വെയർ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ് ഗ്ലൗസ് ധരിക്കാം. അതുപോലെ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്, അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഷാർപ്സ്, ഇപ്പൊ ഒരു നീഡിൽസ് ആണ് താഴെ, നീഡിൽസ് ആണ് ലീക്കായി പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൽപ്പൽസോ അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും, അപ്പൊ അങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ മേത്ത് ഇപ്പൊ ഒരു കിറ്റിലോ അല്ലെങ്കിൽ ഒരു ബാഗിലോ എടുത്തിടുമ്പോ ചിലപ്പോൾ അത് തുളഞ്ഞ് പുറത്തേക്ക് വരാം ഇല്ലേ. ഇപ്പൊ ഒരു മൂർച്ചയുള്ളതായതുകൊണ്ട് അത് തുളഞ്ഞ് പുറത്തേക്ക് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതായത് പങ്ക്ചർ റെസിസ്റ്റന്റ് ആണ്, അത് തുളഞ്ഞ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അതിനെ തടയുന്ന രീതിയിലുള്ള കണ്ടെയ്നറുകളൊക്കെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു നീഡിൽസ് ആണ് താഴെ ലീക്കായി പോയിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എടുത്തിടുമ്പോ അത് ഇടുന്ന ആ ഒരു പാത്രം അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നർ എങ്ങനെയായിരിക്കണം, പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? തുളഞ്ഞു പുറത്തേക്ക് വരാതെ അതിനെ തടയുന്ന രീതിയിൽ, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ളവയായിരിക്കണം. മനസ്സിലായോ? ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് വേസ്റ്റ് ആൻഡ് അവോയ്ഡ് ഇഞ്ചുറി. അപ്പൊ നമുക്ക് ഒരു പിന്നീട് ഈ ഒരു എന്താണ് ഈ ഒരു സ്പില്ലേജുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല, അതുപോലെ തന്നെ ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ അടുത്തത് പറയുന്നത് contain the spill. They use a puncture resistant container
to pick up carefully any sharp and put them in a labeled biohazard bag or container for discarding. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്പില്ലേജ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ ഒരു ഷാർപ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണം ആ ഒരു ഭാഗത്ത് നിന്ന്. ഇപ്പൊ നീഡിൽസ് ആണെങ്കിലും സ്കാൽപ്പിൾസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലേക്കാണ് പിക്കപ്പ് ചെയ്തിടേണ്ടത്. വളരെ കെയർഫുള്ളി ഇങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഇതെല്ലാം എന്ത് ചെയ്യണം, എടുത്തിടുകയും അത് ബയോഹസാർഡ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നറിലോ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് നിക്ഷേപിക്കുകയും വേണം. ദെൻ അടുത്തത് ക്ലിയർ അപ്പ് ദ സ്പിൽ. യൂസ് എ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ. ഇപ്പൊ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ ആപ്റ്റ് കോൺസെൻട്രേഷൻ ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്ടന്റ്. ഇപ്പൊ ഒരു ഡിസിൻഫെക്ടന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലെ മാനുഫാക്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം അത് ചെയ്യേണ്ടത്. എത്ര സമയത്തേക്ക് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ അനുയോജ്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതുമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. Then getting rid of waste. അതുപോലെ തന്നെ all materials that come into contact with sharp spillage should be got rid of as dangerous waste in a labeled biohazard bag or container. അപ്പൊ ഇതുമായിട്ട് ക്ലീൻ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേഞ്ചറസ് വേസ്റ്റ് ലേബൽഡ് ബയോഹസാർഡ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിക്ഷേപിക്കുകയും അത് ഡിസ്കാർഡ് ചെയ്യാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ലാസ്റ്റ് വൺ ആണ് റിപ്പോർട്ട് ദ സ്പിൽ. അപ്പൊ ഇങ്ങനെയൊരു സ്പില്ലേജ് വേസ്റ്റ് അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റാഫ് പേഴ്സണിനോട് അറിയിക്കുകയും അവരത് കൃത്യമായിട്ട് പരിശോധിച്ച് അത് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നീഡിലുകള്, സ്കാൽപ്പലുകള്, മെഡിക്കൽ ടൂളുമായി ബന്ധപ്പെട്ട ഷാർപ്പ് ആയിട്ടുള്ള മൂർച്ചയായിട്ടുള്ള എക്യുപ്മെന്റുകളോ ടൂൾസുകളോ ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ സ്പില്ലേജ് വേസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് ഇഞ്ചുറീസും ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന ഓരോ സ്റ്റെപ്പുകളിലൂടെയും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഇതിലേക്ക് സ്പില്ലുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ കോണ്ടാക്റ്റിൽ വരുന്ന ആളുകള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു ഇഞ്ചുറി വരുന്നതും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആ സ്പിൽ കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പങ്ക്ചർ റെസിസ്റ്റന്റ്, അതായത് പുറത്തേക്ക് തുളഞ്ഞു വരാത്ത രീതിയിൽ അതിനെ തടയുന്ന രീതിയിലുള്ള കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു നീഡിലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് പിക്ക് ചെയ്തിടാനും അത് കൃത്യമായിട്ട് അവിടെ നിന്ന് നമുക്ക് എടുത്തു മാറ്റാനും അതുമായി ബന്ധപ്പെട്ട വേറൊരു കോണ്ടാക്റ്റോ ഇഞ്ചുറി ഒന്നും ഉണ്ടാവുന്നതൊക്കെ തടയാനും പറ്റും. ദെൻ മൂന്നാമത്തത് ക്ലിയർ ഓഫ് ദ സ്പിൽ. ആ ഒരു ഏരിയ പൂർണ്ണമായിട്ടും ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. അപ്പൊ ആ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എല്ലാത്തിലും പറയുന്ന കാര്യം തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ മാനുഫാക്ചേഴ്സിന്റെ ആ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അവർ പറയുന്ന പ്രോപ്പർ കോൺസെൻട്രേഷനിൽ അത് തയ്യാറാക്കുക. എത്ര സമയം അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരാമെന്നുണ്ടെങ്കിൽ അതും അനുസരിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ്, മെറ്റീരിയൽസ് ആണോ എടുത്തിരിക്കുന്നത്, ഇതെല്ലാം ബയോഹസാർഡ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ലേബിൾ ചെയ്തിരിക്കുന്ന അതിലേക്ക് മാറ്റുകയും അത് ഡിസ്കാർഡ് ചെയ്യാൻ വിടുകയും ചെയ്യുക. ലാസ്റ്റ് വൺ, ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അവരോട് അത് റിപ്പോർട്ട് ചെയ്യുകയും അവരത് പരിശോധിക്കുകയും കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുകയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കേ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽസുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് ആദ്യം നോക്കണം. മൈനർ ആയിട്ടുള്ളതാണോ, മേജർ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണോ നടന്നിട്ടുള്ളതെന്ന് ആദ്യം വിലയിരുത്തുക. രണ്ടാമത്തത്, എവിക്ട് ദ ഏരിയ. ആ ഒരു ഏരിയ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഒരു വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയ എവിക്ട് ചെയ്യുക, അതായത് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുകയും അത് ഒഴിച്ചു നിർത്തിയിട്ട് ഉടനെ തന്നെ എമർജൻസി സർവീസുകളെ വിളിക്കുകയും ചെയ്യുക. മൂന്നാമത്തത്, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Personnel should use suitable personal protective equipment like gloves, goggles and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. ഇവിടെ രണ്ടാമത്തെ കാര്യമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ ഗ്ലൗസുകളായിക്കോട്ടെ, ഗൂഗിൾസ് ആയിക്കോട്ടെ, റെസ്പിറേറ്റർ, പ്രത്യേകിച്ച് കെമിക്കൽസ് ആയതുകൊണ്ട് റെസ്പിറേറ്റേഴ്സ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ബിഫോർ ഗോയിങ് ടു, അത് ആ സ്പില്ലേജുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുകയും അപ്പൊ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽസുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനും അതുമായി ബന്ധപ്പെട്ട കെമിക്കൽസിനെയൊക്കെ ആ ഒരു സ്മോക്ക് അല്ലെങ്കിൽ ആ ഒരു പുകയൊക്കെ ശ്വസിക്കുന്നത് തടയാനൊക്കെ ഇത് സഹായകമാണ്. നാലാമത് പറയുന്നത്, കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകളോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ല് വലിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് തുടച്ചു നീക്കം ചെയ്യുക. പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അവിടേക്ക് മറ്റുള്ള രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയുക. Then place the material in a labeled dangerous waste bag of the container for discarding. പിന്നെ ഇതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്ക് നമ്മൾ കണ്ടെയ്നറിന് വേണ്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ബാഗ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നതിലേക്ക് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. അതിനുശേഷം ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ച് മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് കൃത്യമായി ഉപയോഗിക്കുന്നു. അതിനുശേഷം ആ ഒരു ഏരിയ കൃത്യമായിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ കെമിക്കൽ അറ്റ് ദ ടൈം ഓഫ് ക്ലീനിങ്. ക്ലീനിങ് ആണ് കേട്ടോ അവിടെ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കെമിക്കൽസ് മറ്റുള്ള ഏരിയയിലേക്കൊന്നും സ്പ്രെഡ് ആവുന്നില്ല എന്ന് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്. അടുത്തതാണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. All materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled bags or chemical then containers. Okay, അപ്പോൾ ഇവിടെ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവിടെ എന്താണ് അത് സ്പില്ലിൽ കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിക്കോട്ടെ, ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നു, നമ്മള് ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കി ഡിസ്പോസലിന് വേണ്ടി വെക്കുന്നു. അഡ്ഹർ ടു ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസ് ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. ഇങ്ങനെയുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ലോക്കൽ പരമായിട്ടുള്ളതും സ്റ്റേറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ളതും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസികളെ നിർദ്ദേശിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. Then report the spill. Spill should be reported to the concerned staff for documentation and investigation. അവിടെ ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഇത് അറിയിക്കുക, അവർ കൃത്യമായിട്ട് പരിശോധിച്ച് അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു മൈനർ സ്പില്ലേജ് ആണെങ്കിലാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വലിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് ആണ് നടന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ആളുകൾ വിടാൻ പറ്റുമോ? ഒരു വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് നടന്നു, അവിടെ നമുക്ക് വളരെ ഡേഞ്ചറസ് ആണ്. ആ സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ള അത് ക്ലീൻ ചെയ്യാനും അത് തുടച്ചു മാറ്റാനും ഒക്കെ ആളെ വിടാൻ പറ്റുമോ?
പറ്റോ? സാധാരണ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് വിടാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ ഇത് എപ്പോഴും ഒരു മൈനർ സ്പില്ലേജുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളാണ് കേട്ടോ. മേജർ ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവിടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും, സേഫ്റ്റി ഓഫീസിനെ അറിയിക്കും, അതുപോലെ തന്നെ എമർജൻസി സർവീസുകളെ അറിയിക്കും, ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകുള്ളൂ കേട്ടോ. അല്ലാതെ ഒരാളെയും ആ ഒരു ഏരിയയിലേക്ക് കടത്തിവിടുക. നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു ഡയഗ്രാം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മിസ് പറഞ്ഞത് ആദ്യം ഇതൊരു മൈനർ സ്പില്ലേജ് ആണെങ്കിലാണ് ഈ പ്രോസസ്സുകൾ. ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഏരിയ വിക്ട് ചെയ്യുന്നു. വേണമെങ്കിൽ ഒരു എമർജൻസി സർവീസുകളെ നമുക്ക് വിളിക്കാവുന്നതാണ്. അതെല്ലാം കുഴപ്പമില്ല. ചെറിയ രീതിയിലുള്ള സ്പില്ലേജ് ആണെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജീവനക്കാർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുന്നു, അവിടെ ചെല്ലുന്നു, അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അബ്സോർബൻ പാഡുകളോ അനുയോജ്യമായിട്ടുള്ള അബ്സോർബൻ പാഡും കാര്യങ്ങളോ ഒക്കെ കിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നു. അതിനുശേഷം അത് സ്പ്രെഡ് ആവാതെ തടയുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റുകൾ ഉപയോഗിച്ച് ആ ഒരു ഏരിയ വൃത്തിയാക്കുകയും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗോ കണ്ടെയ്നറിലോ നിക്ഷേപിക്കുകയും അത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെ അത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്പില്ലേജ് നടന്നിട്ടുണ്ടെന്ന് അവിടുത്തെ ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കുകയും അവരത് കൃത്യമായിട്ട് പരിശോധിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്നാൽ മാത്രമേ ഇത് മനസ്സിലായാലും നമ്മൾ അടുത്ത ഡയഗ്രാം പറയുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇനി നമ്മള് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം ആണ് കേട്ടോ പഠിക്കുന്നത്. അതില് ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. മൈനർ ആണോ മേജർ ആണോ സ്പില്ലേജ് എന്ന് ആദ്യം ചെക്ക് ചെയ്യാണ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. മൈനർ ആണെങ്കിൽ ഇഫ് മൈനർ സ്പില്ലേജ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഏരിയ മാത്രമേ കെമിക്കൽസ് സ്പില്ലേജ് ലീക്കേജ് വന്നിട്ടുള്ളൂ എങ്കിൽ അത് മൈനർ ആണ്. മൈനർ ആവുമ്പോ അതേഴ്സ് നോട്ടിഫൈ അതേഴ്സ് എന്നുണ്ട് അവിടെ. നോട്ടിഫൈ അതേഴ്സ് ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. സേഫ്റ്റി ഓഫീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അറിയിക്കാം. ഇങ്ങനെ ഒരു സ്പില്ലേജ് അവിടെ കെമിക്കൽ സ്പില്ലേജ് ഇന്നൊരു ഏരിയയിൽ നടന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അവരെ നോട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കുക. മനസ്സിലായോ? രണ്ടാമത്തത് ഐസൊലേറ്റ് ഏരിയ ഡൺ PPE. അതായത് ആ ഒരു ഏരിയ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക. ആ ഒരു ഏരിയയിലേക്ക് ആരെയും കടത്തി വിടാതെ PPE അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. മൂന്നാമത്തെ കാര്യം കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ, യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബൻ പാഡ്. അപ്പൊ ഇങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സ്പില്ലേജ്, ലിക്വിഡ് ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ആസിഡോ ആൽക്കലിയോ പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ സ്പില്ലേജ് ഏത് തരത്തിലുള്ള കെമിക്കൽ ആണെന്നുള്ളത് അതിനനുസരിച്ച് ആസിഡോ ആൽക്കലിയോ ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് അത് ഉപയോഗിച്ച് അതിന്റെ വീര്യം നമ്മൾ കുറയ്ക്കാറുണ്ട്. അൺഅബ്സോർബൻ പാഡുകൾ ഉപയോഗിച്ച് അവിടെ അത് എന്ത് ചെയ്യുന്നു, കണ്ടെയ്ൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ദെൻ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. അതിനുശേഷം അത് ക്ലീൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും കൂടി കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അത് ഡിസ്കാർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വിടുന്നു. ദെൻ ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം റേസ് ഇൻസിഡന്റ് ഫോംസ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഇൻസിഡന്റ് ഫോമുകളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഒരു മൈനർ സ്പില്ലേജ് ആണ്, കെമിക്കൽസുമായി ബന്ധപ്പെട്ട് ഒരു മൈനർ സ്പില്ലേജ് ആണ് നടന്നിരിക്കുന്നെങ്കിൽ ഉടനെ തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ അറിയിക്കുന്നു. അതിൽ ചിലപ്പോൾ സേഫ്റ്റി ഓഫീസർ ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ അവരെല്ലാവരും അറിയിക്കും. അതിനുശേഷം ആ ഒരു ഏരിയ ഐസൊലേറ്റഡ് ആക്കി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിർത്തിയ ശേഷം അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പോകുന്ന ആളുകള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുന്നു. ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സ്പില്ലേജ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ആസിഡോ ആൽക്കലിയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ച് അത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. ആ അബ്സോർബന്റ് പാഡുകൾ നമ്മൾ കൃത്യമായ റൂൾസ് പ്രകാരം ഏത് കെമിക്കൽസ് ആണ്, അതിൽ ഡേഞ്ചറസ് വേസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് അത് ഡിസ്കാർഡ് ചെയ്യാൻ വിടുന്നു. അതിനുശേഷം ആ ഒരു ഏരിയ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്പില്ലേജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അവിടെ ഒരു ഇൻസിഡന്റ് ഫോംസ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? മൈനർ സ്പില്ലേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഒരു പോയിന്റ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ഇഫ് മേജർ. ഈ സ്പില്ലേജ് വേസ്റ്റ്, ഈ ഒരു കെമിക്കൽ സ്പില്ലേജ് മേജർ ആണ്, വലിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ നോട്ടിഫൈ അതേഴ്സ്, അതായത് അവിടെയും മറ്റുള്ളവരെയും നമ്മൾ എത്രയും വേഗം പറയാം, അതായത് സേഫ്റ്റി ഓഫീസേഴ്സിനെയും ഒരു എമർജൻസി സർവീസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ അറിയിക്കും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. നോട്ടിഫൈ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേഫ്റ്റി ഓഫീസേഴ്സ് അറിയിക്കും, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും, അതുപോലെ തന്നെ എമർജൻസി സർവീസുകളൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ അവിടെ അങ്ങനെ വിളിച്ചു, അങ്ങനെ എല്ലാവരെയും അറിയിച്ചു. ആ ഒരു ഏരിയ എവിക്റ്റ് ചെയ്യും, അതായത് ആ ഒരു ഏരിയയിൽ ആരെയും നിർത്താതെ എല്ലാവരെയും ആ ഒരു ഏരിയയിൽ നിന്ന്, കാരണം വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കാം അല്ലെ, അതിന് പേപ്പേഴ്സ് കാരണം ഒരുപാട് പേർക്ക് ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതല്ല എങ്കിൽ ചിലപ്പോൾ വല്ല ഫയറോ കാര്യങ്ങളോ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ആരെയും നിർത്താതെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. evict the area. Then prevent others from entering the area. ഒരാളെയും ആ ഒരു ഏരിയയിലേക്ക് പിന്നെ എൻ്റർ ചെയ്യുന്നത് തടയുകയും ചെയ്യും. ഒരാളെയും അവിടേക്ക് എൻ്റർ ചെയ്യാൻ, ഇപ്പൊ അത് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങൾക്ക് ഒന്നിനോ ഒരാളെയും ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. Then last, watch for fire if inflammable. അതായത് ഇപ്പൊ കത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും കെമിക്കൽസോ, കത്തുപിടിക്കാൻ തീപിടുത്തം ഉണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളോ ആണെങ്കിൽ ഫയർ ഉണ്ടാവുമോ എന്ന് നമ്മൾ കുറച്ചു നേരം ഒന്ന് വാച്ച് ചെയ്യണം. ഇഫ് ഇറ്റ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. അങ്ങനെ എന്തെങ്കിലും ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ആണെങ്കിൽ കുറച്ചു നേരം വാച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫയറോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ. അല്ല എങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി ഓഫീസേഴ്സും എമർജൻസി സർവീസുകളും ഒക്കെ വന്നതിന് ശേഷം അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനും കാര്യങ്ങളൊന്നും വിടില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ അതിന് എന്താണ് ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്താവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അതിനുശേഷമായിരിക്കും അവിടേക്കുള്ള മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുക. മനസ്സിലായോ? അപ്പൊ മേജർ ആവുമ്പോൾ എല്ലാവരെയും, അതായത് എമർജൻസി സർവീസുകളെ വിളിക്കുന്നുണ്ട്, സേഫ്റ്റി ഓഫീസിനെ അറിയിക്കുന്നുണ്ട്, അവിടെയുള്ള എല്ലാവരെയും അറിയിച്ച് ആ ഒരു ഏരിയയിൽ നിന്നും എല്ലാവരെയും എവിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴിവാക്കി വിടുന്നു. അതിനുശേഷം ഒരാളെയും ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതിനൊക്കെ തടയുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കത്തുന്ന രീതിയിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുന്ന രീതിയിലുള്ള കെമിക്കൽസ് ആണെങ്കിൽ അത് ഫയർ ഉണ്ടാവുമെന്ന് വാച്ച് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് എമർജൻസി സർവീസുകളും അതുപോലെ തന്നെ സേഫ്റ്റി ഓഫീസേഴ്സും ഒക്കെ വന്നതിന് ശേഷം ശരിയായ രീതിയിൽ ആ കെമിക്കൽസിനെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അവരുടെ ഡയഗ്രാം.
ക്ലിയർ ആണോ? ഓക്കെ. Then next one ആണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ മാനേജിങ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അവിടെ ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിലും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിലും ഈ പറയുന്ന പോലെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് പോലെ തന്നെ നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് താഴെ പറയുന്ന ഓരോന്നും. ഫസ്റ്റ് വൺ ആണ് ഇവാക്യുവേറ്റ് ദ ഏരിയ. ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, നമുക്ക് കുറച്ച് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്പില്ലേജ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ ഇവാക്യുവേറ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീക്കേജ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഒഴിവാക്കുകയും കൃത്യമായിട്ട് അത് നോട്ടിഫൈ ചെയ്യുകയും അത് വേഗം തന്നെ എമർജൻസി സർവീസുകളെ വിളിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പേഴ്സണൽ ഷുഡ് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് ആസ് ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ്. എന്താണ് ഇവിടെ ആ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നതിന് വേണ്ടി, കണക്ഷൻ ഉണ്ടാവാതിരിക്കാൻ, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്റേഴ്സ് മുതലായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവിടെയുള്ള ജീവനക്കാർ ധരിക്കേണ്ടതാണ്. Then അടുത്തത് പറയുന്നത് contain the spill. Use absorbent material like sand or absorbent pads to contain the spill and prevent it from spreading. ഇപ്പൊ കൃത്യമായിട്ട് ഓരോന്നിനും നമുക്ക് ഇപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലിന് വേണ്ടിയിട്ട് സ്പില്ലേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുപോലെ ഇപ്പൊ കെമിക്കൽ സ്പില്ലേജുമായി അവിടെയൊക്കെ സ്പില്ലേജ് കിറ്റുകളുണ്ട്. ആ കിറ്റിൽ കൊടുത്തിരിക്കുന്ന സാൻഡോ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അബ്സോർബന്റ് പാഡുകളോ ഉപയോഗിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സ്പില്ല് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന അല്ലെങ്കിൽ വലിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ നീക്കം ചെയ്യാണ് ചെയ്യുന്നത്. അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ അതിലൂടെ തടയുകയും ചെയ്യുന്നുണ്ട്. Then pack the material in a labeled radioactive waste bag and discard disposal. ഈ മെറ്റീരിയൽസ് എല്ലാം അതായത് സ്പില്ല് വലിച്ചെടുക്കാൻ ഉപയോഗിച്ച അബ്സോർബന്റ് പാഡോ അല്ലെങ്കിൽ മറ്റെന്ത് മെറ്റീരിയൽ ആണോ അത് കൃത്യമായിട്ട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നതിലോട്ട് ഡിസ്കാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പോസലിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇടുന്നു. Then clean up the spill. ആ ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ച് മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ്സ് ഒക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് അബ്സോർബർ മെറ്റീരിയൽസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് ഉപയോഗിക്കുന്നത് അതും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഏരിയ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ക്ലീനപ്പ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ മറ്റൊരു സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അടുത്തത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. All material that come into contact with the radioactive material should be discarded as radioactive waste in a labeled bag or container. ഇതുമായി ബന്ധപ്പെട്ട ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കി ഡിസ്കാർഡ് ചെയ്യാനായിട്ട് വിടുന്നു. ഇതൊരു ഡേഞ്ചറസ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ആയിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതുപോലെ അല്ലെങ്കിൽ ഒരു സ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺസേൺ ആയിട്ടുള്ള സ്റ്റാഫുകളെ അറിയിക്കുകയും അവർ പരിശോധിച്ച് അത് കൃത്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. ഇപ്പൊ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലും ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെയും ഇത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിലും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്കേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മെത്തേഡുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതുമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് വന്നിരിക്കുന്നത്, മൈനർ ആണോ മേജർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നു. അത് വളരെ കുറച്ച് കൂടിയതാണ് അല്ലെങ്കിൽ കുറച്ചധികം നോട്ടിഫൈ ചെയ്യണം, എന്താണ് അറിയിക്കേണ്ടതാണ്
ആണെങ്കിൽ ഉടനെ ആ ഒരു ഏരിയ എവിക്ട് ചെയ്യുകയും അതിനുശേഷം അവിടെ വേഗം തന്നെ എമർജൻസി സർവീസുകളെ വിളിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരോട് അതിൽ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്റേഴ്സ് മുതലായവയൊക്കെ എന്ത് ചെയ്യുന്നു, ധരിക്കാൻ പറയുകയും അതുവഴി ഈ പറയുന്ന ലീക്കേജുമായിട്ട് സ്പില്ലേജുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് തടയാൻ പറ്റും. അതുപോലെ ഇത് സ്പ്രെഡ് ആവുന്നതിന് പ്രിവെന്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് കൃത്യമായിട്ട് കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകളിൽ ഉപയോഗിച്ചിട്ടുള്ള അബ്സോർബൻ പാഡോ സാൻഡോ അങ്ങനെ എന്താണോ തന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് അത് കണ്ടെയ്ൻ ചെയ്ത് അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുക. അതിനുശേഷം അതെല്ലാം നമ്മുടെ റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞ വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗോ കണ്ടെയ്നറിലോ നിക്ഷേപിക്കുക. അതിനുശേഷം ആ ഒരു ഏരിയ കൃത്യമായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റും കാര്യങ്ങളും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അത് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലും കണ്ടെയ്നറിലുമാക്കി കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേസ്റ്റ് അവിടെ ലീക്കേജ് അവിടെ നടന്നിട്ടുണ്ട് എന്നെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അത് അറിയിക്കുകയും അവർ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തി അവിടെ ഒരു ഇൻസിഡന്റ് ഫോംസ് എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുകയും അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചോക്കെ. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സെക്കൻഡ് മോഡ്യൂള് കംപ്ലീറ്റ് ആവാറായില്ലേ? അല്ലേ? ഇപ്പൊ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും ഇനി പെൻഡിങ് ഇല്ലല്ലോ. ടെർമിനോളജി ഉണ്ടാവും അല്ലെ? ലബോറട്ടറി സർവീസസ് ഉണ്ടാവും. ഓക്കെ, അത് രണ്ടുമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ റണ്ണിങ് അല്ലേ, എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ഇപ്പോ ഫസ്റ്റ് 1 and 2 മോഡ്യൂൾസ് കഴിയുമ്പോൾ ഒരു മോഡ്യൂൾ എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പോഴേ ഒന്ന് പഠിച്ചൊക്കെ വെക്കാം കേട്ടോ. ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടൊന്നും ഇല്ല. നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിയുന്നതിനനുസരിച്ചായിരിക്കുള്ളൂ ഉണ്ടാവോ. പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സമയമില്ല എന്ന് തോന്നരുത്. ഇപ്പോഴേ തുടങ്ങി നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ട്സും ഒക്കെ ഒരുമിച്ച് വെച്ചിരുന്ന് പഠിക്കണേ. സ്റ്റഡി ലീവ് ഉണ്ടാവും കേട്ടോ. സ്റ്റഡി ലീവ് ഉണ്ടാവും. എന്നാൽ പോലും ഒരുപാട് ദിവസം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ അല്ലല്ലോ. അപ്പൊ ആ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിച്ചു വെക്കാം കേട്ടോ. എല്ലാ ദിവസവും കുറച്ച് സമയം എടുത്തിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് വരില്ലല്ലോ ആ സമയത്ത്. ഓക്കെ, കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ അത്? അപ്പൊ അത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.